മഴത്തോരു മുൻപിൻ്റെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ DYSP അലീനയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എനിക്ക് താല്പര്യമില്ല കേസ് കൊടുക്കാൻ, പക്ഷേ എന്നെ നിർബന്ധിച്ച് കേസ് കൊടുക്കാനാണ് ഇവരുടെ ഉദ്ദേശം. മാത്രമല്ല, ഇത്രയും നേരമായി എനിക്കൊരു തുള്ളി വെള്ളമോ ആഹാരമോ ആരും ഇവരെ തന്നില്ല. എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നെന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് DYSPക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം അയാളാണെങ്കിൽ അടുത്തൊന്ന് പറയാണ്, താൻ എന്തൊക്കെയാണോ കാണിക്കുന്നത്? തൻ്റെ തൊപ്പി തെറിക്കാൻ ഇത് മതി. എത്രയും പെട്ടെന്ന് തന്നെ ഈ കുട്ടിക്ക് ആഹാരവും വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കാൻ പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്ക് വെള്ളവും ആഹാരവും ഒന്നും വേണ്ട, വീട്ടിൽ പോയാൽ മതി സാർ, എന്നെ വീട്ടിലാക്കിയാൽ മതി. വീട്ടിൽ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, എന്നെയും കാത്തിരിക്കുമായിരിക്കും അവരെന്ന് പറയുകയാണ്. അപ്പം ഉടനെ തന്നെ അടുത്ത് പറയാണ്, എത്രയും പെട്ടെന്ന് അലീനയെ വീട്ടിൽ കൊണ്ടാക്കാൻ DYSP പറയുകയാണ്. ശരി സാറെന്ന് പറഞ്ഞുകൊണ്ട് SIയും CI അങ്ങ് പോവുകയാണ്. CI ആണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അലീന ഈ ഒരു പണി അയാൾക്ക് കൊടുക്കുമെന്നും DYSP അലീനയുടെ കാര്യം തിരക്കി വരുമെന്നോ. അതുമാത്രമല്ല, അലീന ഒരു അനാഥ ആയതുകൊണ്ട് തന്നെ ആരും ആ കുട്ടിയുടെ കാര്യം തിരക്കി വരത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു CIക്ക്. അങ്ങനെ പ്രതീക്ഷകളെല്ലാം തകർന്ന് CI ആകപ്പാടെ പെട്ട അവസ്ഥയാണ്. ഈ സമയത്ത് കടപ്പാട്ടൂരാണെങ്കിൽ ആൾക്കാർ കുറേ പേര് ഗേറ്റൊക്കെ അടിച്ച് തകർത്ത് അവിടെ ഉള്ള എല്ലാം നാശമാക്കുവാണ്. പാവം കൃഷ്ണമോളാണെങ്കിൽ വീട്ടിനകത്ത് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാത്തൊരവസ്ഥ ഇരിക്കുകയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. ബബിതയാണെങ്കിൽ മുറിയിലിരുന്ന് ഫോണിൽ ആരൊക്കെയോ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുകയാണ്. ബബിത കാമുകനുമായിട്ടിരുന്ന് സംസാരം തന്നെ. പക്ഷേ കൃഷ്ണമോളാണെങ്കിൽ ഒറ്റയ്ക്ക് പേടിച്ചിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ആൾക്കാരെല്ലാം ഓരോന്ന് അടിച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയന്ന് വിറച്ച് കൃഷ്ണമോളിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അലീനയും കൊണ്ട് കടപ്പാട്ടൂരിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് CIയും SIയും. പക്ഷേ ഇപ്പോഴും മനസ്സിൽ നല്ല ദേഷ്യമുണ്ട് CIക്കും, അതുപോലെ തന്നെ SIക്കും ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ CI SI അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് അവളെ കൊണ്ട് പരാതി എഴുതി വാങ്ങിപ്പിക്കാൻ പറ്റിയില്ലല്ലേ, അതൊരു നാണക്കേടായിപ്പോയി. അവൾ പഠിച്ച കള്ളിയാ സാറേ എന്ന് SI പറയുന്നുണ്ട്. അത് തന്നെ, അവൾ പഠിച്ച കള്ളിയാണ്. മാത്രമല്ല, അവൾക്ക് ഇത്രയും വലിയ പിടിപാടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളൊരു അനാഥയല്ലേ, ആരും അവളെ തിരക്കി വരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എങ്ങനായാലും അവളെ കൊണ്ട് പരാതി എഴുതി വാങ്ങിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷയെന്ന് CI പറയാണ്. അപ്പം SI പറയാണ്, ഇനി എന്തായാലും അവളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവിടാനാ DYSP പറഞ്ഞ കാര്യം SI പറയാണ്. വാ, അവളെ വിളിച്ചോണ്ട് വാ എന്നും പറഞ്ഞു. ഒരു വനിതാ കോൺസ്റ്റബിളും കൂടെ വിളിച്ചോ, അല്ലെങ്കിൽ അവൾ അടുത്ത പരാതിയായിട്ട് പോവും എന്ന് പറയുകയാണ്. അങ്ങനെ വനിതാ കോൺസ്റ്റബിളും SI ആയിട്ട് കടപ്പാട്ടൂരിലേക്ക് പോവുകയാണ്. വണ്ടിക്കകത്തിരുന്ന് CI ആണെങ്കിൽ അലീന ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ ദേഷ്യമൊക്കെ നോക്കുന്നുണ്ട്. അലീനയ്ക്ക് നന്നായിട്ടറിയാം CIക്ക് അലീനെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ടെന്ന്. പക്ഷെ ഒന്നും പറയാനോ മിണ്ടാനോ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ കടപ്പാട്ടൂർ വന്ന് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ഓരോന്ന് അടിച്ച് നാശമാക്കിയിട്ടേക്കുന്നതാണ് അവർ കാണുന്നത്. മാത്രമല്ല, മുറ്റത്ത് വടിയും ഒക്കെ കിടക്കുന്നുണ്ട്. ആരൊക്കെയോ വന്ന് അവിടെ ആക്രമിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം SI ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, എന്താ സാറേ ഇതൊക്കെ, ഇത് എന്ത് പറ്റിയതാ എന്ന് അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ CI പറയാണ്, ഇത് ഒരു പീഡന കേസിലെ പ്രതിയുടെ വീടല്ലേ, അപ്പോൾ ജനങ്ങൾ കയറി ഇറങ്ങിയതായിരിക്കും എന്ന് CI പറയുന്നുണ്ട്. ഇതും കേട്ടോണ്ടാണ് അലീന ഇറങ്ങുന്നത്. കൂടെ വനിതാ കോൺസ്റ്റബിളും ഉണ്ട്. അലീനയും ഇതൊക്കെ കാണുന്നുണ്ട്. അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് കാര്യം മനസ്സിലായി, ആരൊക്കെയോ ഇവിടെ അടിച്ച് തകർക്കാൻ വന്നിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. വനിതാ കോൺസ്റ്റബിൾ അലീനയുടെ അടുത്ത് പറയാണ്, നീ കയറിപ്പൊക്കോ എന്ന് പറയാണ്. ഈ സമയത്ത് വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ട് കൃഷ്ണമോളാണെങ്കിൽ പേടിച്ച് വന്ന് ജനലേക്കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ജീപ്പാണ് വന്ന് നിൽക്കുന്നത്. അത് കാണുമ്പോൾ കൃഷ്ണമോളൊന്ന് ഭയക്കുന്നുണ്ട്. അപ്പം അലീന ഇറങ്ങി നടന്നു വരുന്ന കൃഷ്ണമോൾ ജനലേക്കൂടെ കാണുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തോടെ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അലീന കൃഷ്ണമോളെ കണ്ട ഉടനെ ഒരു ആശ്വാസമാകുന്നുണ്ട്. കൃഷ്ണമോൾ ചേച്ചിന്നും വന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അലീന അകത്ത് കയറി ഡോറടയ്ക്കാൻ നേരത്തെ പോലീസിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ CIയും SIയും ഭയങ്കര രൂക്ഷമായി അന്നേരവും അലീനയെ നോക്കുവാണ്. അങ്ങനെ ഡോറടച്ച് അകത്ത് ചെല്ലുമ്പോൾ കൃഷ്ണമോളെ ചോദിക്കുകയാണ്, ചേച്ചി, പോലീസുകാർ ചേച്ചിയെ വല്ല ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ്, ഉപദ്രവിച്ചൊന്നുമില്ല. ചേച്ചി എന്താ വിടാൻ ഇത്രയും അവർ താമസിച്ചെന്ന് ചോദിക്കുകയാണ്. അത് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. ചേച്ചി എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് ചോദിക്കുന്നത്. അത് അന്ന് രോഹിത്തും ഹരിശങ്കറും കൂടെ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയില്ലേ, അപ്പം അവർക്കെതിരെ ഞാനൊരു പരാതി കൊടുക്കണം, അതാണ് അവരുടെ ആവശ്യം. അതിന് വേണ്ടിയാണ് എന്നെ കൊണ്ടുപോയതെന്ന് പറയാണ്. അപ്പോൾ ഇത്രയും നേരം അവിടെ ഇരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ പരാതി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് പരാതി കൊടുപ്പിക്കാൻ നോക്കിയതാണ്. അതിനുവേണ്ടി അവർ പല ചോദ്യങ്ങളും ചോദിച്ച് എന്ന് പറയാണ്. ചേച്ചിയെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കണം. ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷേ അവർ പല ചോദ്യങ്ങളും ചോദിച്ചു. ചില ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഉത്തരം കിട്ടാനായിരുന്നു, ചില ചോദ്യങ്ങൾ എന്നെ അപമാനിക്കാനായിരുന്നു, ചില ചോദ്യങ്ങൾ അവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടി രസിക്കാനുള്ളായിരുന്നു. അങ്ങനെ അവർ എന്നെ
മാറി മാറി മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് അലീന പറയാണ്. അലീന ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ചേച്ചി എന്ത് ചെയ്യാനാ, ഇപ്പം നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ. ചേച്ചി ഇപ്പം എങ്ങനെയാണ് ഇപ്പം വന്നത്, ആര് പറഞ്ഞിട്ടാണ് ചേച്ചിയെ വിട്ടത് എന്ന് ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയത്തില്ല മോളെ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ DYSP പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് സി എടുത്തും SI എടുത്തും രാത്രി ഒരു പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ വെറുതെ ഇരുത്തുന്നത് എന്തിനാണെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ആ സാറ് പറഞ്ഞിട്ടാണ് ഇവരെന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ആ സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നേനെ, ഇവരുടെ പീഡനത്തിന് ഞാൻ ഇരയായിക്കൊണ്ടേയിരുന്നേനെ എന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമൊക്കെ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ചേച്ചി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചി പോയതിന് ശേഷം ഞാൻ ആകപ്പാടെ തകർന്ന അവസ്ഥയാണ്. ബബിത ചേച്ചി എപ്പോഴും റൂമിൽ തന്നെയാണ്. ചേച്ചി ആരുടെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഗേറ്റൊക്കെ അടിച്ച് തകർക്ക്, ഇവിടെ കുറേ നാശനഷ്ടം ഉണ്ടായി. ഞാൻ പേടിച്ചുപോയി. അവർ വീടും ഡോറും തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറി വരുമെന്ന് വരെ ഞാൻ പേടിച്ച് ഞാൻ ഒറ്റയ്ക്കായി പോയി ചേച്ചി എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ അലീനയെ കെട്ടിപ്പിടിച്ച് കരയാണ് കൃഷ്ണമോള്. അപ്പം അലീന പറയാണ്, ഇനി മോള് വിഷമിക്കേണ്ട, ചേച്ചി ഇങ്ങ് വന്നില്ലേ, ചേച്ചി ഇനി എങ്ങോട്ടും പോകത്തില്ല എന്നും പറഞ്ഞ് കൃഷ്ണയെ ആശ്വസിപ്പിക്കുന്നുണ്ട്.